മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമാകുന്നില്ല. +1 ആദ്യ അലോട്ട്മെന്റ് പട്ടിക പുറത്തുവന്നപ്പോൾ ജില്ലയിൽ സീറ്റ് ലഭിക്കാത്തത് 46,053 വിദ്യാർത്ഥികൾക്ക്. വിഷയത്തിൽ ശക്തമായ സമരപരിപാടികളുമായി പ്രതിപക്ഷവും. +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പുറത്തുവന്നതോടെ ആശങ്കയിലാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ. ആദ്യ അലോട്ട്മെന്റ് പട്ടിക പുറത്തുവന്നപ്പോൾ ജില്ലയിൽ 46,053 പേരാണ് നിലവിൽ പുറത്തുള്ളത്. എന്നാൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി പ്രവേശനം നേടിയതാകട്ടെ 36,393 വിദ്യാർത്ഥികൾ മാത്രം. കണക്കെടുത്താൽ 82,434 പേരാണ് ജില്ലയിൽ +1 അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. ഇതിൽ 36,393 പേർക്ക് മാത്രമാണ് നിലവിൽ ആദ്യ അലോട്ട്മെന്റിൽ പ്രവേശനം നേടാനായത്. മലബാർ മേഖലയിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും 10% അതുപോലെ തന്നെ 20% സീറ്റ് വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. മലബാർ മേഖലയിൽ സീറ്റുകളെല്ലാം വർദ്ധിപ്പിക്കേണ്ടി, മലബാർ മേഖലയിൽ പുതിയ ബാച്ചുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ് കൊടുക്കേണ്ടത്. നിലവിലുള്ള ബാച്ചുകളിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടുകയല്ല, കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുകയാണ് വേണ്ടതെന്നാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം. കുറച്ച് സീറ്റുകൾ അനുവദിച്ചതുകൊണ്ട് പ്രശ്നപരിഹാരം ആവില്ല. +1 പ്രശ്നപരിഹാരത്തിന് സീറ്റ് വർധന എന്ന പേരിൽ ഒരു ക്ലാസ്സിൽ 65 വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പറയാനുള്ള മലബാർ മേഖല മൊത്തത്തിൽ വിദ്യാഭ്യാസം ഇപ്രാവശ്യം മന്ത്രി പറഞ്ഞതനുസരിച്ച് ഒക്കെ അവതാളത്തിലുള്ളത്. കാരണം മലബാർ മേഖല മൊത്തത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഏകദേശം 82,000 ചില്ലറ കുട്ടികൾ ഉണ്ട്. അതിനാകെ 52,600 കുട്ടികൾക്ക് സീറ്റുള്ളൂ. ബാക്കിയുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പല പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും മൊത്തത്തിൽ കോൺഗ്രസ് ആകട്ടെ ലീഗാകട്ടെ മറ്റു പാർട്ടികളാകട്ടെ അവർ പറയുന്നതും ചോദിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ചോദിക്കുമ്പോൾ മന്ത്രി പറഞ്ഞെന്താ ഉള്ള സ്ഥലത്തൊക്കെ ഇരുത്തി പഴയ കാലത്ത് നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള സ്ഥലത്ത് ഇരുത്തി പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ +1 +2 മെറിറ്റിനൊക്കെ പഠിച്ചിരുന്ന കുട്ടികൾ അതേമാതിരി തിക്കി തിരക്കി ഇരുന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ എവിടെ നടക്കുക. ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ മികച്ച വിജയം നേടുമ്പോഴും തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ വേണ്ടത്രയില്ലെന്ന പരാതിയിലാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. വിഷയത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം.